ഹോം മെയ്ഡ് കേക്ക്. ആവശ്യമുള്ള സാധനങ്ങൾ: 3 കപ്പ് മൈദ, 1 കപ്പ് ഷുഗർ പൗഡർ, 3 മുട്ട, 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, ഡ്രൈ ഫ്രൂട്ട്സ്, നെയ്യ്, വാനില. മുട്ട പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക. ഇത് തമ്മിൽ നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിലേക്ക് ബേക്കിംഗ് പൗഡർ ഇടുക. 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക ബേക്കിംഗ് പൗഡർ ഇതിലേക്ക്. അത് യോജിപ്പിച്ചതിന് ശേഷം മൈദ ഇടുക. മൈദ ഇളക്കി യോജിപ്പിക്കുക. മൈദ നന്നായി യോജിച്ചു കഴിയുമ്പോൾ ഷുഗർ പൗഡർ കൂടി അതിലേക്കിട്ട് യോജിപ്പിക്കുക. ഷുഗർ പൗഡർ ചേർത്തതിന് ശേഷം അതിലേക്ക് കൊക്കോ പൗഡർ ഇടുക. മുൻപ് ചെയ്തതുപോലെ തന്നെ കൊക്കോ പൗഡറും ഇതിലേക്ക് നന്നായി ഇളക്കി ചേർക്കുക. ഇളക്കി ചേർത്തതിന് ശേഷം 3 സ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർക്കുക. അതും നന്നായി ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് ഒരു പാത്രം എടുക്കുക. ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പാത്രം എടുക്കുന്നത്. ബേക്ക് ചെയ്യുമ്പോൾ മൃദുലമാവാൻ വേണ്ടി കുറച്ച് എണ്ണ പുരട്ടുക അതിലേക്ക്. അതിനുശേഷം കുറച്ച് മൈദ പാത്രത്തിൻ്റെ അകവശം മൊത്തം വിതറുക. ബേക്ക് ചെയ്യുമ്പോൾ കേക്ക് നല്ല സ്മൂത്തായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നീട് മറ്റൊരു പാത്രത്തിൽ ഉപ്പ് വിതറുക. ഉപ്പ് വിതറി നിരത്തുക. ഉപ്പ് വിതറി നിരത്തിയതിൽ ചിത്രത്തിൽ കാണും പോലെ ഒരു തിരികട വയ്ക്കുക. അതിനുശേഷം മൈദ പുരട്ടിയ പാത്രത്തിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിശ്രിതം ഒഴിക്കുക. പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിന് മുകളിലായി ഡ്രൈ ഫ്രൂട്ട്സ് വിതറുക. എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കേക്കാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നീട് ഉപ്പ് വിതറി നിരത്തിയ ആ പാത്രത്തിലേക്ക് ഇത് ഇറക്കി വയ്ക്കുക. പിന്നീട് 40 മിനിറ്റ് അടച്ചു വെച്ച് ചൂടാക്കുക. മിനിറ്റ് കഴിയുമ്പോൾ കേക്കിൻ്റെ പാത്രം പുറത്തെടുക്കാം. കേക്ക് ഇളക്കി മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. നമ്മുടെ കേക്ക് റെഡിയായി. മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയ കേക്കിന് മുകളിലായി വേണമെന്നുണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് വിതറാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ കഴിയുന്ന ഒരു കേക്കാണിത്.